ആരാരും സഹായിക്കാനില്ലാത്ത സമയം നമ്മളെ കൈപിടിക്കേണ്ട നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടുത്തെ കയ്യല്ലേ പെങ്ങളെ നമുക്ക് പിടിക്കേണ്ടത്, അവിടുത്തെ ശഫാഅത്തല്ലേ നമുക്ക് കിട്ടേണ്ടത്. വല്ലാഹി ഈ മക്കയിൽ മരിച്ചു കിടക്കുന്ന പെണ്ണിനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഓപ്പൺ കട്ടിലാണ്. അതുകൊണ്ട് എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോവല്ല. ആരാണ് പറയുന്ന ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു അന്യപുരുഷനും കാണാത്ത ഫാത്തിമ, ആ കട്ടിലും ഒരു മറവെക്കണേ നിങ്ങൾ, ആ മറവെച്ച് കൊണ്ടേ നിങ്ങൾ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് ശപഥം ചെയ്യുന്ന ഫാത്തിമ. നാളെ മഹ്ശറയിൽ അതേ അവിടുന്ന് സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോ യാ മഹ്ശറ ശബാബ്, ഓ യുവാക്കളെ കണ്ണൊന്ന് പൂട്ടിക്കൊടുക്കണേ, കണ്ണും നടച്ചു കൊടുക്കണേ. എന്തിനു വേണ്ടിയാണ്? ഫാത്തിമത്ത് സഹ്റ ദുനിയാവിൽ ഒരു പുരുഷൻ കാണാത്ത പെണ്ണാണ്, ആഖിറത്തിലും ഒരാള് കാണാതിരിക്കാൻ. ഫാത്തിമയൊന്ന് സിറാത്ത് പാലം വിട്ട് കിടക്കുന്ന സമയം മുഴുവൻ പുരുഷന്മാരോടും കണ്ണുപൂട്ടാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോൾ, എൻ്റെ പ്രിയപ്പെട്ട മോളെ, ഇതാണ് നമ്മുടെ ഉമ്മയുടെ ചരിത്രങ്ങള്, നമ്മുടെ ഉമ്മയുടെ കഥനങ്ങള്, നമ്മുടെ ഉമ്മയുടെ ഈമാനെങ്കിൽ സ്കൂളിന്റെ പേര് പറഞ്ഞ്, ഓണത്തിന്റെ പേര് പറഞ്ഞ് ഒരു ദിവസം കിട്ടുമ്പോൾ സാരിയും എടുത്തുകൊണ്ട് നടുറോട്ടിൽ ഡാൻസ് കളിച്ച് റീൽസ് എടുക്കുന്ന, തോന്നിവാസം കളിക്കുന്നു. എന്നിട്ട് വഅദ് പറയണ്ട, ഉപദേശിക്കണ്ട, പ്രസംഗിക്കണ്ട എന്ന് വിളിച്ചു പറയുന്ന യുവതലമുറയായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവും അവിടുത്തെ ശരീരം അവിടുത്തെ ജീവിതം മുഴുവനും നമുക്ക് വേണ്ടി സമർപ്പിച്ചു. ഫാത്തിമത്ത് സഹ്റ അവിടുന്ന് സമർപ്പിച്ചു. ആയിരക്കണക്കിന് സ്വഹാബി വനിതകൾ കൊല്ലപ്പെട്ടു പോയി. സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയെ വിവസ്ത്രയാക്കി മദീന പട്ടണം മുഴുവനും നടത്തിച്ചു. അതേ കുന്തമുനകൾ കൂർപ്പിച്ചുകൊണ്ട് ഗുഹ്യഭാഗത്തടിച്ചു കയറ്റിയിട്ട് കൊന്നുകളഞ്ഞു. അവർക്കും ദീനിന്റെ കൊടുത്ത് സമർപ്പിച്ച ജീവിതം എത്രയാ. ഞങ്ങൾ ഉപദേശിക്കണ്ട, ഞങ്ങൾ ജൻസി പിള്ളേരാണ്, ഈ കാലഘട്ടം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആരെന്ത് ട്രോളട്ടെ, ആരെന്ത് പറയട്ടെ, മതത്തിന്റെ നിയമങ്ങൾ പറയാൻ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ മകളെ അണിഞ്ഞൊരുങ്ങി കോളേജിൽ പറഞ്ഞേക്കുന്നതും അവിടെ വിദ്യാഭ്യാസം പഠിക്കാനാണ്, കെമിസ്ട്രി പഠിക്കാനാണ്, ബയോളജി പഠിക്കാനാണ്, MBBS പഠിക്കാനാണ്. നിന്റെ ബോഡിയെ ആൺപിള്ളേരെ മുന്നിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇറച്ചി കച്ചവടം നടത്തുമ്പോൾ പറയണം കോളേജുകാരോട്, എൻ്റെ മകൾ ഇങ്ങോട്ട് വരുന്നത് സൗന്ദര്യ മത്സരത്തിനല്ല, ആക്ഷൻ ബോഡിക്കെല്ലാം. അവളും നാണുന്നതും അവൾ കുലുങ്ങുന്നതും അവൾ ഡാൻസ് കളിക്കുന്നതും ഫോണിൽ പഠിച്ച് ലോകം മുഴുവൻ എത്തിച്ചു കൊടുത്ത് ഇതാ മുസ്ലിം പെണ്ണുങ്ങൾ തെരുവിൽ നടക്കുന്നു എന്ന് ഈ സമുദായത്തെ അപമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ മകളെ, ഞാനതിൽ പെട്ടുപോയിട്ടുണ്ടോ? പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യുക. ആരംഭ നേതാവും അവിടുത്തെ മദീന മുനവ്വറയിൽ നിന്നും വെള്ളിയാഴ്ച രാവെത്തുമ്പോൾ നമ്മുടെ സ്വലാത്തുകൾ കാണുന്നുണ്ടേ, നമ്മുടെ സലാമുകൾ കാണുന്നുണ്ടേ. ആ തങ്ങളെ നമ്മൾ വേദനിപ്പിക്കല്ല. തായിഫിന്റെ മണ്ണിൽ കല്ലുകൊണ്ട് എറിഞ്ഞിട്ടില്ലേ, പട്ടിണികൾ കിടന്നിട്ടില്ലേ, ഉപരോധം നടത്തിയിട്ടില്ലേ? ഓ നബിയെ, കുടിക്കാൻ വെള്ളമില്ല, യാസിറിന്റെ കുടുംബമൊന്നു നബിയെ, ഞങ്ങൾ എന്താണ് പ്രതികാരം ചെയ്യാത്തത്? പ്രതികാരം ചോദിക്കണ്ട നബിയെ. അപ്പോഴെല്ലാം പറയും, ഇസ്ബിർ അല യാസിർ വഇന്ന മൗഇദകുമുൽ ജന്ന.
നിങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന സമയത്തും, നിങ്ങളെ വെള്ളം മുട്ടിക്കുന്ന സമയത്തും, നിങ്ങളെ ഭക്ഷണം മുട്ടിക്കുന്ന സമയത്തും നിങ്ങൾ ക്ഷമിക്കണേ. വഇന്ന മൗഇദകുമുൽ ജന്ന. ഈ ലോകം തൽക്കാലം കിടക്കുന്നൊരു ലോകമാണ്. ഇതെല്ലാം അവസാനിക്കുന്ന സമയമുണ്ട്. മരണത്തിന്റെ രംഗമുണ്ട്. അസ്റായീൽ കടന്നു വരുന്നുണ്ട്. എല്ലാ രസങ്ങളും മുറിച്ചു കളയുന്ന രസച്ചരട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഈ കാലഘട്ടം കഴിയുമ്പോൾ ഒരു ജീവിതം വരാനുണ്ട്. അന്ന് നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ഹൗദുൽ കൗസറുണ്ട്, ലിവാഉൽ ഹംദുണ്ട്. ഈ വാഗ്ദാനങ്ങൾ മുഴുവനും നൽകിക്കൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമുദായത്തെ ക്ഷമിപ്പിക്കുകയാണ്, അവരെ ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ടാണ് മാദിഹീങ്ങൾ മുഴുവനും ആ നേതാവിന്റെ 23 കൊല്ലത്തെ ജീവിതം കൊണ്ട് ആ ജനങ്ങള് കാട്ടറബികൾ, അതേ ഒട്ടകം ഒരു ഇല കഴിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ യുദ്ധം ചെയ്തു പോയ ജനങ്ങളാണ്. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചിരുന്നു. ഔസ് ഹസ്റജ് ഗോത്രങ്ങളെ ചേർത്ത് പിടിക്കുന്നു. അന്ന് ജനിക്കപ്പെട്ടതിന്റെ ഒരു പൊന്നുമോള് പെണ്ണെന്നറിയുമ്പോൾ അവകാശമഞ്ച പോലും കാണിക്കാതെ കൊന്നുകളയുന്നു. നബിയേ, എനിക്കെന്റെ ഭാര്യ 10 പെൺമക്കളെ പ്രസവിച്ചിട്ടുണ്ട്. 9 പെൺമക്കളെയും നാം കൊന്നു തന്നിട്ടുണ്ട്. 9 മകളെയും ഞാൻ കൊന്നിട്ടുണ്ട്. പക്ഷേ 10ാമതും എന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ എന്റെ ഭാര്യ പറയുന്ന ഭർത്താവിനോട്, അതിനെയും നിങ്ങൾ കൊല്ലരുതേ, ഒരു കുട്ടിയെങ്കിലും ഒന്ന് ബാക്കി വെച്ചുകൂടെ? സമ്മതം കൊടുക്കുന്നു. അപമാനമാണെന്ന് മക്കത്ത്, അപമാനമാണെന്ന് മദീനത്ത് ഒരു പെണ്ണിന്റെ ഉപ്പയെന്ന് പറയുമ്പോൾ നാട്ടുകാര് കളിയാക്കുന്നു, അവഹേളിക്കുന്നു. എന്നാലും സ്വന്തം ഭാര്യന്റെ ഒരു ആഗ്രഹമാണല്ലോ, അതുകൊണ്ട് മാനിച്ചുകൊണ്ട് ജന്മം കൊടുത്ത കുട്ടിക്ക് ജീവിതം കൊടുക്കുന്നു. ആ കുട്ടി എങ്ങനെ പമ്മിക്കൊണ്ട് വളർന്നു വരികയാണ്, പിച്ച വെക്കുകയാണ്, നടക്കുകയാണ്, ഓടുകയാണ്, കഥകൾ പറയുന്ന സമയമെത്തുകയാണ്, ചിരിക്കുന്ന പ്രായമെത്തുകയാം. മെല്ലെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ആരാരും കാണാത്തൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട്, മകളെ നിനക്കുന്ന കിണറ്റിന്റെ ആഴമൊന്ന് കാണണമോ? അപ്പോൾ ചെറിയ മക്കളല്ലേ, ചെറിയ കുട്ടിയല്ലേ, ജിജ്ഞാസയുണ്ടാവില്ല. ഉപ്പാ, ഞാനൊന്ന് അടിഭാഗത്തേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് കിണറ്റിന്റെ വേലികൾ മാറ്റിയിട്ട് ചെറിയ കുഞ്ഞുമോൾ തായോട്ട് നോക്കുന്ന സമയം സുബ്ഹാനല്ലാഹ് കാലുകൊണ്ടൊരു തട്ടങ്ങ് കൊടുക്കുന്നു. ആ പൊന്നുമോള് കിണറ്റിന്റെ ആഴിയിലേക്ക് നിലംപതിക്കുകയാണ്. അതിൻ്റെ അടിയിൽ നിന്ന്, ഉപ്പാ, ഉപ്പാ, എന്നെ കൊല്ലല്ല ഉപ്പാ എന്ന് പറയുമ്പോൾ കരുണ വന്നിട്ടില്ല, കടാശം വന്നിട്ടില്ല, ലാളന വന്നിട്ടില്ല. പാറക്കല്ലുരുട്ടിരുട്ടിക്കൊണ്ട് വന്നിട്ട് പാറക്കല്ല് താഴോട്ടെറിയുകയാണ്. അത് ദേഹത്തെ വകിച്ചുകൊണ്ട് കുട്ടി കൊല്ലപ്പെടുന്നു. ഉപ്പാ എന്ന അവസാനം വിളിച്ചുകൊണ്ട് പൊന്നുമോള് മരിക്കുകയാണ്. നബിയേ, ഞാൻ കൊന്ന 10ാമത്തെ കുട്ടിയാണിത്. 10 പെൺകുട്ടികളാണ്. ജീവിപ്പിക്കാൻ ഇവിടെ അർഹതയില്ല, അധികാരങ്ങൾക്ക് ഇവിടെ സമ്മതമില്ല. ഇവിടുത്തെ സംവിധാനം അങ്ങനെയായിരുന്നു. നേതാവിന്റെ മുഖമൊന്ന് ചുവന്നു പോവുകയാണ്, കരഞ്ഞു പോവുകയാ. അപ്പയാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വലത്തേ കയ്യിൽ പെൺകുട്ടിയാകുന്ന ഫാത്തിമയെ പിടിച്ചുകൊണ്ട് മദീന പട്ടണത്തിൽ കൂടി നടന്നു പോകുന്ന ജനങ്ങളെ, ആർക്കടാ കൊല്ലേണ്ടത് പെൺകുട്ടികളെ? ആർക്കടാ കൊല്ലേണ്ടത് പെൺകുട്ടികളെ? ഈ മുഹമ്മദ് ഒരു പെണ്ണിന്റെ ഉപ്പയാ, ഈ മുഹമ്മദ് ഒരു പെൺകുട്ടിയുടെ ഉപ്പയാ. എന്റെ മകൾ ഫാത്തിമ ഒരു പെണ്ണാണ്. നിങ്ങൾ എന്നെ കൊല്ലൂ, എന്റെ മകളെ കൊല്ലൂ. ആർക്കാണ് ധൈര്യമുള്ളത്? നേതാവിന്റെ ഉച്ചൈസമായ പ്രഖ്യാപനം കേട്ടപ്പോൾ പെണ്ണിന് ജീവിക്കാൻ, ജീവിതം കൊടുക്കാൻ അർഹത കൊടുത്ത ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമുദായത്തെ സാംസ്കാരികമായി മാറ്റുകയാണ്. അവർക്ക് ഈ ഖുർആന്റെ ശബ്ദങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. നിങ്ങൾ വായിക്കണേ, നിങ്ങൾ പഠിക്കണേ, നിങ്ങൾ വളരണേ.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കപ്പെടേണ്ടവരെല്ലാം, കള്ള് കുടിക്കേണ്ടവരെല്ലാം, കള്ളം മോന്തേണ്ടവരെല്ലാം ആ കാലഘട്ടത്തിൽ ജനങ്ങളെ പറ്റി അസ്ഹാബി കന്നുജൂം, എന്റെ ചര്യന്മാർ പിൻപറ്റുന്ന സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്. കന്നുജൂം, അപ്പൊ നക്ഷത്രതുല്യരാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരേ പെണ്ണിനെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് കാമുകനും ഭർത്താവിനും യൂസ് ചെയ്യാൻ അവകാശമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തെയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിയെടുക്കുന്നത്. എന്റെ പുരോഗമനവാദികളെ, പരീക്ഷാകർത്താക്കളെ, നിങ്ങൾ നമ്മളെ കല്ലെറിയുമ്പോൾ തിരിച്ചു ചോദിക്കേണ്ടത് എത്രയാണ് 14ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികൾ കേരളത്തിൽ പ്രസവിക്കപ്പെട്ടത് ബാത്റൂമിലെ ക്ലോസറ്റിൽ അടിച്ചുകൊണ്ട് ഫ്രഷ് അമർത്തിയിട്ട് കൊന്നു തള്ളിയത്, ബാത്റൂമിൽ ജൽപ്പാടുകൾക്കിടയിലൂടെ ഉന്തി തായോട്ട് നിലംപതിക്കുന്നത്, എത്രയെത്ര വാർത്തകൾ കേൾക്കുന്നു നമ്മൾ. 1.5 വയസ്സുള്ള കുട്ടിയെ നിരാവണ്ണം നടക്കാനും ഓടാനും കഴിയാത്ത പെൺകുട്ടിയെ ഉമ്മയതാ ഏൽപ്പിച്ചു പോയതൊരു കസിനെയാണ്. തിരിച്ചു വരുമ്പോൾ കുഞ്ഞിന് നേരത്തെയുള്ള ഊർജം കാണുന്നില്ല, നടക്കുന്നില്ല, ഇരിക്കുന്നില്ല. 1.5 വയസ്സാണ് പ്രായം. നേരത്തെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡയപ്പർ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഭാഗം മുഴുവനും രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. എന്താണ് എൻ്റെ 1.5 വയസ്സുള്ള മകൾക്ക് പറ്റിയത്? കൂടെ കൂട്ടിയ 18കാരൻ ഈ പെൺകുട്ടിയെ ഭോഗം ചെയ്തിരിക്കുന്നു, ബലാത്സംഗം ചെയ്തിരിക്കുന്നു. 1.5 വയസ്സാണ്. നടക്കാൻ പോലും, ഇരിക്കാൻ പോലും, സംസാരിക്കാൻ പോലും, വകതിരിവിന് പോലും സമയമെത്തും മുമ്പ് കൊല്ലപ്പെട്ടു പോയ എത്രയെത്ര മക്കൾ ഇവിടെയുണ്ട്. അതെല്ലാം നിങ്ങളുടെ പ്രശ്നം. മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു പോയിട്ടുണ്ടോ? ഒരു സംസ്കാരമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. ആ നേതാവിന്റെ അനുയായികളായി ഖിയാമത്ത് നാൾ വരെ ആ ദർശനങ്ങൾ മുറുകെ പിടിച്ചൊരു ഉമ്മത്ത് ഇവിടെ ഉണ്ടാകുന്ന കാര്യത്തിൽ തീർച്ചയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ഇത്തിബാഅ് ചെയ്യാൻ, മുറുകെ പിടിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്.